ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസം കൂടെയാണ്. 6 മണിയായി കേട്ടോ എഴുന്നേറ്റപ്പോൾ. ഒരു മടിയാണ് മഴയത്ത് രാവിലെ എഴുന്നേൽക്കാൻ. പിന്നെ ഇന്ന് സ്കൂളുണ്ട്, മോൾക്ക് സ്കൂളിൽ പോകണം, അതുകൊണ്ട് എന്തായാലും എഴുന്നേറ്റല്ലേ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റു കേട്ടോ. അങ്ങനെ നേരെ കിച്ചണിലോട്ടാണ് കയറിയത്. സാമ്പാർ വയ്ക്കാമെന്ന ഉദ്ദേശത്തിലാണ് കേട്ടോ. സാമ്പാറും തോരനുമാണ് മനസ്സിലുള്ളത്. പക്ഷേ സാമ്പാറിന് അങ്ങനെ ഒരുപാട് പച്ചക്കറികളൊന്നും ഇല്ലായിരുന്നു. വെണ്ടയ്ക്കയും ടൊമാറ്റോയും കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ടൊമാറ്റോയും വെണ്ടയ്ക്കയും കൂടെ ഇട്ടിട്ട് ഒരു സാമ്പാർ വയ്ക്കാമെന്ന് കരുതി കേട്ടോ. കുഞ്ഞുള്ളി ഇടണം. അപ്പോൾ പരിപ്പും കുഞ്ഞുള്ളിയും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ കുഞ്ഞുള്ളി തൊലിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് ഏറ്റവും വലിയ പാട്. കരഞ്ഞ് തൊലിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ കുഞ്ഞുള്ളിയൊക്കെ തൊലിച്ചു. പരിപ്പും കഴുകിയിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് കുക്കറിലിട്ടോ കേട്ടോ. ഒരു 3-4 വിസിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ സാമ്പാറിൻ്റെ ഇത് വെന്ത് കിട്ടും കേട്ടോ. എങ്ങനെയാണ് സാമ്പാർ വയ്ക്കാൻ ഞാൻ പഠിച്ചതെന്നൊക്കെ ആലോചിച്ചാൽ എനിക്കറിയില്ല. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് എന്താ പറയുക, സാമ്പാറൊക്കെ കുഴപ്പമില്ലാണ്ട് വയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വയ്ക്കും. അങ്ങനെ ഞാൻ പിന്നെ ഉള്ളിയും പരിപ്പും കൂടെ കുക്കറിൽ വെച്ചു. പിന്നെ മറ്റേ അടുപ്പിൽ ചോറും കൂടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ബീട്രൂട്ട് തോരൻ വെക്കാമെന്ന് കരുതി. ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം പൊളിച്ചു കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ കൈ നല്ല ചുവന്ന കളറാവും. ബീട്രൂട്ടിൻ്റെ പണ്ടൊക്കെ ഈ ബീട്രൂട്ടിൻ്റെ ബാക്കി വരുന്ന ഭാഗം എടുത്ത് ചുണ്ടിൽ ഇങ്ങനെ തേക്കും കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്കാണല്ലോ, കാരണം പണ്ട് നമ്മൾ ലിപ്സ്റ്റിക്കൊന്നും ഇടത്തില്ല. അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക്. പിന്നെ ഇപ്പോൾ വളർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ലിപ്സ്റ്റിക്കാണ്. ഇപ്പോൾ ബീട്രൂട്ടൊന്നും വേണ്ട കേട്ടോ. എന്നാലും ഇടയ്ക്ക് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അരി നന്നായിട്ട് വെന്ത് ചോറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതിനെടുത്ത് വടിച്ചു വെച്ചു. അപ്പോഴേക്കും പിന്നെ ഗ്യാസിൻ്റെ പുറത്ത് നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെച്ചപ്പോൾ കുക്കറിൽ നിന്ന് പുറത്ത് കുറേ കളഞ്ഞായിരുന്നു കേട്ടോ. കുറച്ച് കളഞ്ഞായിരുന്നു. അപ്പോൾ അത് കളഞ്ഞത് വെച്ചിട്ട് അതിൽ പിന്നെ കുക്ക് ചെയ്യാൻ എനിക്ക് എന്തോ ഒരു മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ വീണ്ടും കുക്ക് ചെയ്യുന്നത്. എനിക്കെപ്പോഴും അടുപ്പിൻ്റെ സ്ലാബിൻ്റെ പുറമൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം കേട്ടോ. കാരണം ഞാൻ അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. എനിക്ക് കട്ടിംഗ് ബോർഡിനേക്കാളും ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും കംഫർട്ടും ഈ സ്ലാബിൻ്റെ പുറത്ത് വെച്ച് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ തോരനും സവാളയും നമുക്ക് സാമ്പാറിന് വേണ്ടിക്ക് വെണ്ടയ്ക്കയും അരിഞ്ഞു വെച്ചു കേട്ടോ. വെണ്ടയ്ക്കയും ടൊമാറ്റോയും കൂടെ അരിഞ്ഞു വെച്ചു. എന്നിട്ട് വേഗം തന്നെ ഒരടുപ്പിൽ നമ്മൾ തോരനും വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. വേറൊരടുപ്പിൽ സാമ്പാറിനുള്ളതും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക ഒന്ന് പകുതി ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ വെന്തുടയരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് അതിനകത്ത് നമ്മുടെ പൊടികൾ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിന്ന് കുറച്ച് സാമ്പാറേ വെക്കുന്നുള്ളൂ. സാധാരണ ഞാൻ കുക്കറിലാണ് സാമ്പാർ വെക്കുന്നത്. ഇന്നിപ്പോൾ 2 വെജിറ്റബിൾ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞു പാത്രത്തിൽ വെക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് ആ ഒരു പച്ച കുത്തൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്ത് നമുക്ക് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കാം. പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടോണം കേട്ടോ, മറക്കരുത്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്നും ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നില്ലേ പരിപ്പും കുഞ്ഞുള്ളിയും കൂടെ, അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതും ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ സാമ്പാർ റെഡിയാവും. ഈസിയാണ് കേട്ടോ. അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. പുളി കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം ടൊമാറ്റോയിൽ ഓൾറെഡി പുളി ഉണ്ടല്ലോ. അതുകൊണ്ട് പുളി കുറച്ച് മതിയായിരിക്കും. പിന്നെ ഉപ്പും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, കറക്റ്റ് പാകത്തിനാണോ എന്നുള്ളത്. സാമ്പാർ തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തേങ്ങയും കൂടെ തിരുമ്മി തോരനുള്ള കൂട്ടും റെഡിയാക്കി സാമ്പാറിന് കടുവും വറുത്തു കേട്ടോ. അങ്ങനെ സാമ്പാറും നമ്മുടെ തോരനും റെഡിയായി. അങ്ങനെ പിന്നെ ഞാൻ പപ്പുവിന് റെഡിയാക്കുമായിരുന്നു കേട്ടോ കൊണ്ടുപോകാനുള്ള ചോറ്റുപാത്രം. അങ്ങനെ അതാ ചോറെടുത്തു, തോരൻ വെച്ചു, സാമ്പാറും എടുത്തു കേട്ടോ. അപ്പം ഇന്ന് മുട്ട കൊടുക്കുന്നില്ല, പപ്പടമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്ന് കുഞ്ഞു കറികളായിരുന്നു, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പാപ്പു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് സ്കൂളിലോട്ട് പോയി. അപ്പോഴേക്കും മഴ തകർത്ത് പെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. മോള് പോയി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, അമ്മയ്ക്കും കൊടുത്തു, വിജയനും പോയി. അപ്പോൾ ഏകദേശം പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും എന്നാൽ പുറത്ത് വന്നിരുന്ന് കുറച്ച് മഴ കാണാമെന്ന് വിചാരിച്ചേട്ടോ. നല്ല രസമുണ്ട്. രാവിലെ പെയ്തതാണ്, ഇതുവരെ തുറന്നിട്ടില്ല. അപ്പം അതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ശരിക്കും നല്ല പുതച്ച മൂടി വാങ്ങാൻ പറ്റുന്ന ക്ലൈമറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.